ശ്രീ കോയാസ്, ഇപ്പോൾ ഇന്ന് സിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ വേദനയോടെയാണ് അദ്ദേഹം, നമുക്കത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർക്കറിയാവുന്ന രീതിയിലെല്ലാം ചെയ്യുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നു. കൂടാതെ പ്രതിരോധ വാക്സിൻ ഒക്കെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ സംഭവിച്ചത് എന്ത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. മാർച്ച് 29-നാണ് കുട്ടിയെ നായ കടിച്ചത്, അല്ലേ? അതെ, മാർച്ച് 29-നാണ് ഏകദേശം 2:45, 3 മണിയോട് കൂടിയാണ്. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ആ കുട്ടിയെ എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ ഒക്കെ നൽകി. അവിടുന്ന് കാര്യമായി അവിടെ ക്ലീൻ ചെയ്ത് സോപ്പ് വെള്ളമിട്ട് ക്ലീൻ ചെയ്യാനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഈ കൊണ്ടുപോയ ആളുകൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെന്ന ഉടനെ തന്നെ സംസാരിച്ചത്, നിങ്ങളടുത്ത് കാറുണ്ടോ അല്ലെങ്കിൽ ആംബുലൻസ് ആണോ, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, ഇവിടെ വേണ്ട രീതിയിലുള്ള ചികിത്സ ഇതിനില്ല എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിച്ചത്. ഓക്കെ, ഈ കുടുംബം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സമയം തന്നെ വണ്ടിയെടുത്ത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തിരൂരങ്ങാടിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം അത്രയും സമയം വരും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിക്കുകയും ചെയ്തു. അവിടെ എത്തിച്ചതിന് ശേഷം ഏകദേശം കുടുംബം പറയുന്നത്, ഞാൻ ആ സമയത്ത് അവിടെ കൂടെ ഇല്ല, ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അവർ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് എത്ര ഗുരുതരമായ പരിക്കാണെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. പിന്നീടുള്ള വീഡിയോ ചാനലുകളിൽ അവർ പറഞ്ഞ വാർത്തകളൊക്കെ ഞങ്ങൾ കണ്ടു. ഈ കുട്ടിക്ക് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഏകദേശം രാത്രി 10:30 മണിയോട് കൂടി ആ കുട്ടിയെ അവരുടെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. അതായത് അവിടെ അഡ്മിറ്റ് ചെയ്യാതെ ഇഞ്ചക്ഷൻ മാത്രം നൽകി മുറിവൊന്ന് വെച്ച് കെട്ടാതെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകളൊന്നും കാര്യമായി നൽകാതെയാണ് ചെയ്തത്. അവർ പറഞ്ഞ കാരണം 48 മണിക്കൂറിന് ശേഷമാണ് ഇനി ചികിത്സ നൽകാനുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ 48 മണിക്കൂറിന് ശേഷം വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവർ വീട്ടിലെത്തുന്നത്. കുഞ്ഞ് ആരോഗ്യനില നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്, ചോരയിൽ കുളിച്ചാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചത്, അല്ലേ? അതെ 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 നായ കടിച്ച് അത്യാവശ്യം നല്ല പരിക്കുണ്ട്. പരിക്കെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കാലിൻ്റെ പിന്നെ മുട്ടിന് താഴെയുള്ള നല്ല പിന്നെ മാംസമുള്ള ഭാഗമുണ്ടല്ലോ, അവിടെയാണ് കടിച്ച് നല്ല കീറിയിട്ടുള്ളത്, നല്ല രക്തം വന്നത്. അതുപോലെ തലക്ക് മുകളിൽ ഏകദേശം നല്ല ആയത്തിൽ മുറിവുകൾ നമുക്ക് ഫോട്ടോയിലൊക്കെ കണ്ടാൽ തന്നെ അത് വ്യക്തമാവും. നല്ല മുറിവുണ്ടായിരുന്നു. നമ്മളൊരു സംശയം കുടുംബത്തിന് വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സമയത്ത് ആ കുട്ടി അവിടെ ഒബ്സർവിൽ വെച്ചിട്ട് അതിനുള്ള പ്രതിരോധ ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കഴുത്തിന് മേലെയുള്ള മുറിവുകൾ നായ കടിച്ചാൽ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരം ഒരു മുറിവുള്ള കുട്ടിയായിട്ട് പോലും അതിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും പിന്നെ 48 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു സമയത്ത് ആ കുട്ടിയെ അവിടെ വെക്കുകയും പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി നിരീക്ഷണങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ കുട്ടിയെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിനൊക്കെ അയച്ച് അവരെ വെക്കുകയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നല്ലോ എന്നാണ് ആ കുടുംബം ചോദിക്കുന്നത്.